ആത്മപ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിവൈൻ വോയിസിൻ്റെ വചന ശുശ്രൂഷാവേദിയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സുസ്വാഗതം. കഴിഞ്ഞ ഏതാനും ധ്യാനങ്ങളിലൂടെ പത്രോസിനെ നമ്മൾ അടുത്ത് കാണാനായിട്ട് പരിശ്രമിക്കുകയായിരുന്നു. പത്രോസ് എത്രമാത്രം ദുർബലനായിരുന്നുവെന്ന്, എത്രമാത്രം പൊട്ടിപ്പോയവനായിരുന്നുവെന്ന്, എത്രമാത്രം ചെന്നൽ വീണ കുടമായിരുന്നുവെന്ന് സുവിശേഷം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ സുവിശേഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഖണ്ഡിക കൊടുത്തിരിക്കുന്നത് പത്രോസ് അജപാലകൻ എന്നാണ്. പൊട്ടിപ്പോയ, തകർന്നുപോയ, വീണുപോയ ഒരു മനുഷ്യൻ. ഒരിക്കലല്ല, പല പ്രാവശ്യം. ഒരു തെറ്റല്ല, പല തെറ്റുകൾ. ഒത്തിരി പ്രാവശ്യം വീണുപോയ ഈ മനുഷ്യനെയാണ് അജപാലകനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവ് സുവിശേഷം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഇത് വലിയൊരു സന്ദേശമാണ്, പ്രതീക്ഷയാണ്, വലിയ ഒരു വിളിയാണ്. പത്രോസിനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കണ്ടെത്താൻ സാധിച്ചാൽ, പത്രോസിൽ നമ്മെ കണ്ടെത്താൻ സാധിച്ചാൽ, അത് നമുക്ക് തുറന്നു തരുന്നത് പുതിയ ഒരു സുവിശേഷമാണ്. എത്രമാത്രം തെറ്റിപ്പോയാലും, എത്രമാത്രം വീണുപോയാലും, എത്രമാത്രം നമുക്ക് കുറവുകൾ സംഭവിച്ചാലും എഴുന്നേറ്റ് നടക്കാനാകുമെന്നും, ക്രിസ്തുവിന് നിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും, ക്രിസ്തു നിന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നും, പുതിയ ദൗത്യങ്ങൾ നിനക്ക് ഭരമേൽപ്പിക്കപ്പെടും എന്നുള്ളതിന് പത്രോസാണ് സുവിശേഷത്തിലെ ഏറ്റവും വലിയ ഉദാഹരണം. പണ്ട് തിബേരിയാസിൻ്റെ കടൽ തീരത്ത് വെച്ച് കർത്താവ് ആദ്യമായി പത്രോസിനെ വിളിച്ചു. അവനെ കൂടെ കൊണ്ടു നടന്നു. ഒത്തിരി അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും പത്രോസ് സാക്ഷിയായി. അവനെ ഏറ്റവും പ്രധാനിയാക്കി, സ്ലിഹന്മാരിൽ 1-ാം നമ്പറാക്കി. പക്ഷേ പത്രോസ് വീണുപോയി. ആരെല്ലാം നിന്നിൽ ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്നു പറഞ്ഞ പത്രോസ് ഒരു പരിചാരികയായ സ്ത്രീയുടെ വാക്കുകൾക്ക് മുമ്പിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവനായിട്ട് മാറി. എല്ലാ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവസാനിച്ച പത്രോസ് ഉപേക്ഷിച്ച, പണ്ട് എന്നേക്കുമായി വേണ്ടാന്ന് വെച്ച വഞ്ചിയും വലയും അന്വേഷിച്ച് പിന്നെയും പഴയ വഴികളിലേക്ക് ഇറങ്ങിപ്പോയി. പക്ഷേ ഒത്തിരിയൊന്നും വീണുപോകാൻ കർത്താവ് അവനെ അനുവദിക്കുന്നില്ല. പത്രോസിനെ കർത്താവ് വൈകാതെ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് തിരികെ അവരെ കൊണ്ടുവരികയാണ്. 21-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുക. 15 മുതലുള്ള വാക്യങ്ങൾ. സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായമാണ് ഈ അധ്യായമെന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് സ്ലിഹന്മാരെല്ലാവരെയും വിളിച്ചിരുത്തി അവർക്ക് പ്രാതലൊരുക്കി നൽകുകയാണ്. തൻ്റെ മാതൃസ്നേഹം തുടിക്കുന്ന സാമീപ്യത്തിലൂടെ അവരെ ഓരോരുത്തരെയും പരിചരിക്കുകയാണ്. പത്രോസിൻ്റെ ഉള്ളിലുണ്ടായ എല്ലാ സങ്കടങ്ങളും കർത്താവ് ദൂരീകരിച്ചു കഴിഞ്ഞു. അവന് അപ്പവും മീനും എടുത്തു കൊടുത്ത് അവനോട് ഭക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഗുരുനാഥൻ. ഈ സമയം പത്രോസിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ എന്തെല്ലാമായിരിക്കാം? ഇതുവരെ ക്രിസ്തുവും പത്രോസും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ടില്ല, പരസ്പരം സംസാരിച്ചിട്ടില്ല. പത്രോസിൻ്റെ ഹൃദയം പെരുമ്പറ പോലെ മുഴങ്ങുന്നുണ്ട്. കാരണം തൻ്റെ ഗുരു എന്താണ് തന്നോട് ഇനി പറയാൻ പോകുന്നതെന്നറിയാൻ പത്രോസിന് ആഗ്രഹമുണ്ട്. നീ എന്നെ തള്ളിപ്പറഞ്ഞവനല്ലേ? നീ എന്നെ ഉപേക്ഷിച്ചവനല്ലേ? നീ എന്നെ അനുസരിക്കാതിരുന്നവനല്ലേ? എന്നൊക്കെയുള്ള വളരെ സ്വാഭാവികമായ മനുഷ്യ ചോദ്യങ്ങൾ പത്രോസ് പ്രതീക്ഷിക്കുന്നുണ്ടാകാം. പേടിയോടെ, ഉൾഭയത്തോടെ ക്രിസ്തുവിനെ സമീപിക്കാൻ താല്പര്യമില്ലാതെ, ഭയം കൊണ്ട് മാറി നിൽക്കുന്ന പത്രോസ്. ഇനിയാണ് നമ്മൾ 15-ാമത്തെ വചനം മുതൽ വായിച്ചു തുടങ്ങേണ്ടത്.
അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു. വളരെയധികം ഭയപ്പെട്ട് സങ്കടപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് നിന്നിരുന്ന പത്രോസിനോട് ഓടി വരുമ്പോൾ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നുള്ള ചോദ്യം കർത്താവ് ചോദിക്കുന്നില്ല. മറിച്ച് അവർക്ക് ഭക്ഷണമൊരുക്കി അവരുടെ ഹൃദയവും മനസ്സും നിറച്ച് എല്ലാവരും തൃപ്തരായി കഴിഞ്ഞപ്പോഴാണ് പത്രോസിനോട് കർത്താവ് ചോദിക്കുക. എനിക്ക് തോന്നുന്നു ആ മണൽപ്പരപ്പിൽ പത്രോസിൻ്റെ തോളത്ത് കൈവച്ചുകൊണ്ട് പത്രോസിൻ്റെ കൂടെ കർത്താവ് ആ മണൽപ്പരപ്പിലൂടെ നടക്കുകയാണ്. അല്പദൂരം നടന്ന് പത്രോസിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി വലിയ കാരുണ്യത്തോടെ വളരെ ശാന്തമായിട്ട് കർത്താവ് ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പ്രതീക്ഷിക്കുന്നത് ഒരു ശിക്ഷയാണ്. പത്രോസ് പ്രതീക്ഷിക്കുന്നത് ഒരു കുറ്റപ്പെടുത്തലാണ്. പത്രോസ് പ്രതീക്ഷിക്കുന്നത് ഒരു ശകാരമാണ്. അതൊന്നും കർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നില്ല. കർത്താവ് അവൻ്റെ കണ്ണുകളിൽ നോക്കി, ഒരു അമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് പോലെ പത്രോസിനോട് കർത്താവ് ചോദിക്കുകയാണ് അതിവൈകാരികമായ വിധത്തിൽ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ആരെല്ലാം നിന്നിലിടറിയാലും ഞാൻ ഇടറുകയില്ല, മരിക്കേണ്ടി വന്നാലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്നു പറഞ്ഞ പത്രോസ് ഈ ചോദ്യം കേട്ടപ്പോൾ അവൻ്റെ പഴയ അവസ്ഥകൾ ഓർത്തെടുക്കുകയാണ്. എല്ലാവരേക്കാളും മികച്ചതായി താൻ സ്വയം കരുതിയിരുന്നുവെന്നും താൻ വീണുപോയി എന്നും പത്രോസ് തിരിച്ചറിയുകയാണ്. ആ ഉൾഭയത്തോടെ, ആ തിരിച്ചറിവോടെ പത്രോസ് ഇങ്ങനെയാണ് മറുപടി പറയുന്നത്: ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. എൻ്റെ സ്നേഹത്തിൽ കുറവുകളുണ്ടാകാം, എനിക്ക് പോരായ്മകളുണ്ടാകാം, പക്ഷേ എൻ്റെ സ്നേഹം നീ അറിയുന്നുണ്ടല്ലോ എന്നുള്ള അതിവിനീതമായ വളരെ എളിമ നിറഞ്ഞൊരു ഉത്തരവാണ് പത്രോസ് പറയുന്നത്. പഴയ പത്രോസ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പത്രോസ് പറഞ്ഞേനെ ഇവരെക്കാൾ അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന്. പക്ഷെ പത്രോസ് ഇപ്പോൾ അങ്ങനെ പറയുന്നില്ല. പത്രോസ് പറയുന്നത് എൻ്റെ സ്നേഹം നിനക്കറിയാമല്ലോ എന്നാണ്. ഒരു മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഇനിയും തനിക്ക് വീഴാൻ ആഗ്രഹമില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് പത്രോസ് ആ ഉത്തരം പറയുന്നത്. ഈശോയുടെ രണ്ടാമത്തെ ചോദ്യം സമാനമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും വ്യത്യസ്തമാണ്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആദ്യത്തെ ചോദ്യത്തിൽ കർത്താവ് പറഞ്ഞിരുന്നത് മറ്റുള്ളവരെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ എന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യത്തിൽ മറ്റുള്ളവരെക്കുറിച്ച് യാതൊരു കമ്പാരിസണും ഇല്ല. ഞാനും നീയും മാത്രം. നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് ആദ്യത്തെ ചോദ്യത്തിനുള്ള അതേ ഉത്തരം രണ്ടാമതും പറയുകയാണ്. കർത്താവേ, ഉപകർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. മൂന്നാം പ്രാവശ്യവും കർത്താവ് ഇതേ ചോദ്യം ചോദിക്കുകയാണ്. യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ പത്രോസ് അല്പം സങ്കടപ്പെടുകയാണ്. എന്താണ് താൻ ഉത്തരം കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പത്രോസിന് പിടികിട്ടുന്നില്ല. അപ്പോൾ പത്രോസ് അല്പം കൂടി ദുഃഖിതനായിട്ട് പറയുകയാണ്: കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. രണ്ട് ചോദ്യങ്ങളാണ്. ആദ്യത്തേത് മറ്റുള്ളവരെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്നുവോ എന്ന്, രണ്ടും മൂന്നും ചോദ്യങ്ങൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ചോദ്യങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ ചോദ്യത്തിൽ നീ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി നിന്നെ തന്നെ കരുതുന്നുണ്ടോ എന്നാണ് ചോദ്യം. പത്രോസ് അതിന് ഒരു ഉത്തരം പറയുന്നില്ല. പത്രോസ് പറയുന്നത് നിനക്കെല്ലാം അറിയാമെന്നാണ്. പഴയ അഹങ്കാരത്തിൽ നിന്ന്, പഴയ താൻ ഒന്നാമനാണെന്നുള്ള ചിന്തയിൽ നിന്ന് പത്രോസ് വളരെയധികം മാറിയിരിക്കുന്നു. പിന്നെ ഓരോ ചോദ്യവും ചോദിക്കുന്നത് പത്രോസെ എന്ന് വിളിച്ചുകൊണ്ടല്ല. നീ കേപ്പയാകുന്നു, നിൻ്റെ മേൽ ഞാൻ സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തു അല്ല ഇവിടെയുള്ളത്, മറിച്ച് അവൻ്റെ പഴയ പേരാണ് വിളിക്കുക. ശിമയോൻ എന്നാണ് വിളിക്കുക. യോഹന്നാൻ്റെ പുത്രനായ ശിമയോൻ എന്നാണ് വിളിക്കുക. അതായത് കഴിഞ്ഞു പോയതെല്ലാം നമുക്ക് മറക്കാം, കഴിഞ്ഞ കാലത്തുണ്ടായതെല്ലാം നമുക്ക് എന്നേക്കുമായിട്ട് മറന്നു കളയാം. പുതിയ ഒരു ദൗത്യത്തിലേക്ക് നിന്നെ ഞാൻ വിളിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇതുവരെ നിനക്ക് സംഭവിച്ചതെല്ലാം, ഇതുവരെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെല്ലാം നമുക്ക് മായ്ച്ചു കളയാം. നമുക്ക് പുതിയതായിട്ട് ഒന്നു മുതലേ തുടങ്ങാമെന്നാണ് ഈശോ പറയുക.
ഇനിയുമുണ്ട് ഈ ചോദ്യത്തിൻ്റെ പിന്നിൽ പത്രോസ് പറയുന്ന മറ്റ് അനുമാനങ്ങൾ. പത്രോസിൻ്റെ ഉള്ളിൽ കർത്താവിനോടുള്ള വലിയ സ്നേഹമുണ്ട്. ഇനിയൊരിക്കലും തനിക്ക് തെറ്റുപറ്റി പോകരുതെന്ന് പത്രോസ് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പത്രോസ് പക്ഷേ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാം നീ അറിയുന്നു, നിനക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ ആശ്വാസം പത്രോസ് സ്വയം കണ്ടെത്തുന്നുണ്ട്. താൻ തള്ളിപ്പറഞ്ഞവനാണ്, ഓടിപ്പോയവനാണ്, ഉപേക്ഷിച്ചവനാണ് എന്ന് പത്രോസിനറിയാം. അതേസമയം ഞാൻ എന്തുകൊണ്ട് ഈ വഴികളിലൂടെയെല്ലാം വഴിതെറ്റിപ്പോയവനായി മാറിയത് എന്ന് അത് കർത്താവ് അത് നിനക്കറിയാമല്ലോ എന്നുള്ള ആശ്വാസവും പത്രോസിനുണ്ട്. അതുകൊണ്ടാണ് പത്രോസ് എല്ലാത്തിൻ്റെ അവസാനം കർത്താവെ നീ എല്ലാം അറിയുന്നല്ലോ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ആശ്വസിക്കാനുള്ളത് അത് തന്നെയാണ്. തെറ്റുപറ്റുന്നവരാകാം, വീണുപോകുന്നവരാകാം, പിന്നെയും പിന്നെയും ഓരോ തെറ്റുകൾ ആവർത്തിക്കുന്നവരാകാം. പക്ഷേ നിൻ്റെ ഹൃദയവ്യതകൾ, നിൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവനാണ് ക്രിസ്തു. അവന് എല്ലാം മനസ്സിലാകും. നീ പറയാതെ തന്നെ, നീ പറഞ്ഞു കൊടുക്കാതെ തന്നെ എല്ലാം മനസ്സിലാക്കുന്നവനാണ് ക്രിസ്തു. അത് നമുക്ക് ആശ്വസിക്കാൻ ഇടം നൽകുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു കൊടുത്തോ, ഞാൻ ന്യായീകരിച്ചോ, ഞാൻ തെളിവുകൾ കാണിച്ചോ വിശ്വസിപ്പിക്കേണ്ട ഒന്നല്ല എൻ്റെ ദൈവം. മറിച്ച് എന്നെക്കുറിച്ച് ഞാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നവനാണ്. അങ്ങനെയെങ്കിൽ അത് നമുക്ക് വലിയ ഒരു ആശ്വാസമാണ്. ആദ്യം പത്രോസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ എന്ന് പറയുമ്പോൾ ഈശോ പറയുന്ന മറുപടി എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. ആടുകളെ മേയ്ക്കാനായിട്ട് ഈശോ 2 പ്രാവശ്യമാണ് പത്രോസിനോട് പറയുന്നത്. പക്ഷേ പത്രോസിനോട് മൂന്നാമതായിട്ട് പറയുന്നത് നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. 1 പ്രാവശ്യം ആടുകളെ മേയ്ക്കാനും 2 പ്രാവശ്യം കുഞ്ഞാടുകളെ മേയ്ക്കാനും ഈശോ ആവശ്യപ്പെടുന്നു. എന്താണ് ആടുകളും കുഞ്ഞാടുകളും തമ്മിലുള്ള വ്യത്യാസം? ആടുകളെ മേയ്ക്കാൻ താരതമ്യേന എളുപ്പമാണ്. എന്നാൽ കുഞ്ഞാടുകളെ മേയ്ക്കാൻ വളരെ ദുർഘടമുള്ള ഒരു ജോലിയാണ്. അവ പെട്ടെന്ന് ഓടിപ്പോകും, പറഞ്ഞാൽ കേൾക്കണമെന്നില്ല, അവർക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പെട്ടെന്ന് അസുഖങ്ങൾ വരാം, ശത്രുക്കൾ പെട്ടെന്ന് ആക്രമിക്കാം. ഇങ്ങനെയെല്ലാം ചെറിയ ആടുകൾക്ക്, കുഞ്ഞാടുകൾക്ക് ഒത്തിരി കുറവുകളുണ്ട്. കർത്താവ് പത്രോസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വലിയ ആടുകളെ മാത്രമല്ല. ആദ്യത്തെ പ്രാവശ്യം മാത്രമാണ് ആടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത്. പിന്നത്തെ 2 പ്രാവശ്യവും പറയുന്നത് കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നാണ്. അതായത് നീ വീണുപോയവനാണ്, നീ മുറിവേറ്റവനാണ്, തെറ്റുപറ്റിയവനാണ്, നിനക്ക് നിൻ്റേതായ ഒത്തിരി പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും ഉള്ളവനാണ്. നോ പ്രോബ്ലം, ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാൻ നിൻ്റെ കൂടെ നിൽക്കുന്നു. ബട്ട് നീ എന്തു ചെയ്യണം? നീ വലിയ ആടുകളെ മാത്രമല്ല കുഞ്ഞാടുകളെയും മേയ്ക്കണം. നീ ഇടറിപ്പോയതിനെ, ആരോഗ്യമില്ലാത്തതിനെ, ആക്രമിക്കപ്പെട്ടതിനെ, വീണുപോയതിനെ ചേർത്ത് പിടിക്കണമെന്നാണ് പത്രോസിനോട് പറഞ്ഞത്. സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പത്രോസ് പോരായ്മകളുള്ള, വീഴ്ചകളുള്ള, കുറവുകളുള്ള, നൊമ്പരപ്പെട്ട, ചിതറിപ്പോയ മനുഷ്യനാണ്. അവനെ കർത്താവ് അജപാലകനാക്കുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നീയും ചിതറിപ്പോയതിനെ, വീണുപോയതിനെ, ഉടഞ്ഞുപോയതിനെ ചേർത്ത് പിടിക്കണമെന്നാണ്. പത്രോസ് നമ്മുടെ മുമ്പിൽ വലിയ ഒരു മാതൃകയായിട്ട് നിലകൊള്ളുകയാണ്. വലിയ മാതൃക എന്ന് പറഞ്ഞാൽ പത്രോസ് നമുക്കെല്ലാവർക്കും നമുക്ക് പത്രോസിനെയും പരസ്പരം കാണാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു ദർപ്പണം പോലെ നിലകൊള്ളുകയാണ്. പത്രോസ് കുറവുകളെല്ലാം ഉണ്ടായിരുന്നിട്ടും കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും ഒന്നാമനുമായിട്ട് അവരോധിക്കപ്പെട്ടവനാണ്. ഇതാ കുറവുകളുള്ള, ബലഹീനതകളുള്ള, വീഴ്ചകളുള്ള നമ്മളെ കർത്താവ് പലപ്പോഴും ഈ അജപാലകനായിട്ട് കൊണ്ടുവരികയാണ്. ഉത്തരവാദിത്വങ്ങളിലേക്ക്, പ്രധാനപ്പെട്ട കർത്തവ്യങ്ങളിലേക്ക്, പുതിയ ദൗത്യങ്ങളിലേക്ക്, കൂടുതൽ ശുശ്രൂഷകളിലേക്ക് കർത്താവ് എന്നെ എൻ്റെ കുറവുകൾക്കപ്പുറം കൈപ്പിടിച്ച് നടത്തുമ്പോൾ ഞാൻ തിരിച്ചറിയണം, അത് എനിക്ക് ലഭിച്ചിരിക്കുന്ന പുതിയ ഒരു അവസരമാണ്. അല്പം കൂടി ശ്രദ്ധയോടെ മുൻപോട്ട് പോകാൻ, അല്പം കൂടി വീഴാതെ സഞ്ചരിക്കാൻ, അല്പം കൂടി കരുതലോടെ കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കാനായിട്ട് കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, എന്നോട് ശക്തി സ്വീകരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഒപ്പം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വീണുപോയവരെ, ചിതറിപ്പോയവരെ, മുറിവേറ്റവരെ, കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ളവരെ ഞാൻ ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അവരുടെ കൂടെ അജപാലകനാകേണ്ടിയിരിക്കുന്നു. അവർക്ക് കൂടി ഞാൻ ഇടയനാകേണ്ടതായിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്.
മൂന്നാമത്തെ ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ പത്രോസിനോട് ഈശോ ഇങ്ങനെ പറയുന്നു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏത് വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പുതിയ ഒരു കർത്തവ്യത്തിലേക്ക്, പുതിയ ഒരു ദൗത്യത്തിലേക്ക് കർത്താവ് പത്രോസിനെ കൊണ്ടുവരികയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി, പഴയതെല്ലാം അവസാനിച്ചു, പുതുതായിട്ട് ഒന്ന് ആരംഭിക്കുകയാണ്. ഇതുവരെ സംഭവിച്ചതിൻ്റെ ഒരു ഭാണ്ഡവും നീ ചുമക്കേണ്ടതില്ല. എല്ലാം പുതുമ നൽകുന്നവനായിട്ട് കർത്താവ് മാറ്റുന്നു. എല്ലാത്തിലും പുതുമ നൽകിക്കൊണ്ട് പുതിയ ശുശ്രൂഷയിലേക്ക് കർത്താവ് പത്രോസിനെ വിളിക്കുകയാണ്. പുതിയ ദൗത്യം സ്വീകരിച്ച പത്രോസ് നമ്മുടെ മുൻപിലേക്ക് എല്ലാം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോകുന്ന ഒരു കഥാപാത്രം പോലെയല്ല പിന്നെ വരുന്നത്. പത്രോസിൻ്റെ ജീവിതം മുഴുവൻ ഒത്തിരി സംഭവ ബഹുലമായിട്ട് മാറുകയാണ്. കർത്താവ് പറഞ്ഞതെല്ലാം അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ കൃത്യമായിട്ട് ഓർത്തിരുന്നു. അവൻ്റെ മരണം പോലും അതിന് ഏറ്റവും വലിയ തെളിവാണ്. ക്രിസ്തുവിൻ്റെ പോലെ കുരിശിൽ മരിക്കാൻ യോഗ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് തലകീഴായിട്ട് കുരിശിൽ തറയ്ക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ പോലെ കുരിശിൽ മരിക്കാൻ തൻ്റെ ജീവിതം ഒരിക്കലും യോഗ്യമല്ല എന്ന് വിളിച്ചു പറയണമെങ്കിൽ പത്രോസ് എത്രമാത്രം എളിമപ്പെട്ടവനായിരുന്നിരിക്കണം. ഞാൻ എൻ്റെ ഗുരുവിൻ്റെ പോലെ മരിക്കാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞുകൊണ്ട് തലകീഴായിട്ട് മരിക്കാൻ ഉതകുന്ന വിധത്തിൽ പത്രോസ് നിസാരനായിട്ട്, ചെറിയവനായിട്ട്, എളിമപ്പെട്ടവനായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം. സ്പെയിനിൽ ടൊളേദോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ കത്തീഡ്രലിൽ പത്രോസ് ലീഹയുടെ മനോഹരമായ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പത്രോസ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. പത്രോസിൻ്റെ കണ്ണുകളിലൂടെ എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. താൻ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞതിലുള്ള വലിയ സങ്കടം ജീവിതകാലം മുഴുവൻ കൂടെ കൊണ്ടു നടക്കാനായിട്ട് വിധിക്കപ്പെട്ട പാവം മനുഷ്യൻ. തൻ്റെ ഗുരുവിനെ, ദൈവമായവനെ താൻ തന്നെ ഒറ്റിക്കൊടുത്തുവെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തേണ്ടി വരുന്ന, ഒരു ജീവിതകാലം മുഴുവൻ ഏറ്റുപറയേണ്ടി വരുന്ന ഒരവസ്ഥ എത്രമാത്രം സങ്കടം നിറഞ്ഞതാണ്. ഓരോ പ്രാവശ്യവും പത്രോസ് ഏറ്റുപറയുമ്പോൾ പത്രോസ് കരഞ്ഞിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയുക. പത്രോസിന് ഒരു കോഴി കൂവൽ പോലും ഹൃദയഭേദകമായിരുന്നു. ഓരോ പ്രാവശ്യം കോഴി കൂവുമ്പോഴും നീ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തവനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന അനുഭവമാണ് പത്രോസിനുള്ളത്. എങ്ങനെയായിരിക്കും പത്രോസ് സമാധാനത്തോടെ ഉറങ്ങിയിട്ടുണ്ടാകുക? ഇനി ഉറങ്ങിയാൽ തന്നെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട്, നന്ദി പറഞ്ഞുകൊണ്ട് അവന് എഴുന്നേൽക്കാനായിട്ട് സാധിക്കുമോ? കാരണം കഴിഞ്ഞ രാത്രിയിലെ അധ്വാനത്തിന് ശേഷം വന്നു കിടന്നുറങ്ങുമ്പോൾ അവൻ കേൾക്കുന്നത് കോഴിയുടെ കൂവലാണ്. നീ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവനാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നായിട്ട് അത് മാറുന്നു. പത്രോസിനെക്കുറിച്ച് അത്രയും തെളിവുകളൊന്നും പറയാൻ സാധിക്കില്ലെങ്കിലും പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഒരു കഥയുണ്ട്. പത്രോസ് റോമിൽ സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ വളരെ ശക്തമായ മതമർദ്ദന രീതികളാണ് ഉണ്ടായിരുന്നത്. തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നും തനിക്ക് വലിയ അപകടം സംഭവിക്കുമെന്നെല്ലാം പത്രോസ് ഭയപ്പെടുകയാണ്. പത്രോസ് റോമിലേക്ക് പ്രവേശിക്കാതെ തിരികെ പോകാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ പത്രോസ് തിരികെ നടക്കുമ്പോൾ കുരിശും ചുമന്നുകൊണ്ട് കർത്താവ് എതിരെ വരുന്നതായിട്ട് പത്രോസ് കാണുന്നു എന്നാണ് പറയപ്പെടുക. അപ്പോൾ പത്രോസ് ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, കോവാദിസ് ഡോമിനെ, കർത്താവ് നീ എങ്ങോട്ടാണ് പോകുന്നത്? കോവാദിസ് എന്നുള്ള മനോഹരമായ ആ ചോദ്യം അങ്ങനെയാണ് വരുന്നത്. കർത്താവ് നീ എങ്ങോട്ട് പോകുന്നു? കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് പകരമായി ഒരിക്കൽ കൂടി കുരിശിന് മരിക്കുവാനായിട്ട് റോമിലേക്ക് പോകുന്നു. പത്രോസിന് തൻ്റെ തെറ്റു മനസ്സിലായി. തൻ്റെ തെറ്റു മനസ്സിലാക്കി പത്രോസ് തിരികെ പോവുകയാണ് റോമിലേക്ക്. ശക്തമായ വിധത്തിൽ അവൻ തന്നിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തം നിർവഹിക്കുകയാണ്, വചനം പ്രഘോഷിക്കുകയാണ്.
പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ പത്രോസ് ഒരിക്കലും തൻ്റെ പരിമിതികളിൽ നിന്ന് ഓടിപ്പോയവനല്ല. ഓരോ പ്രാവശ്യവും അത് തെളിഞ്ഞു കിട്ടുമ്പോൾ അതിന് പരിഹാരം ചെയ്യാനായിട്ട് പരിശ്രമിച്ചവനാണ്. ഇതിനർത്ഥം നമ്മൾ ഇനിയും ഒരിക്കലും വീഴില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കേണ്ടവരല്ല. വീഴാൻ ഇടവന്നാലും ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകണമെന്നുള്ളതിന് പത്രോസ് വലിയ ഒരു ദൃഷ്ടാന്തമാണ് എന്നുള്ളതാണ്. ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരു റോബോട്ടായിട്ടല്ല കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുക. വികാരങ്ങളുള്ള, വിചാരങ്ങളുള്ള, ഗ്രഹിക്കാൻ കഴിവുള്ള മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഒരു പക്ഷേ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. അപ്പോഴെല്ലാം തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റുപറയുവാൻ, ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അല്പം കൂടി തീക്ഷ്ണതയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസ് തെറ്റുപറ്റിയവനാണ്, വീണുപോയവനാണ്, കുറവുകളുള്ളവനാണ്, പിന്നെയും പിന്നെയും തെറ്റുകൾ ആവർത്തിച്ചിരുന്നവനാണ്. പക്ഷേ എല്ലാ സ്ലിഹന്മാരുടെ സുവിശേഷത്തിലും ഒന്നാം സ്ഥാനത്ത് ആദ്യത്തെ ശിഷ്യൻ്റെ പേരായി കൊടുത്തിരിക്കുന്നത് പത്രോസിൻ്റെ പേരാണ്. എല്ലാവരും അവനെ അംഗീകരിച്ചിരുന്നു, എല്ലാവരും അവനിൽ വിശ്വാസമർപ്പിച്ചിരുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇത്രമാത്രം കുറവുള്ള, വീണുപോകുന്ന, പിന്നെയും തെറ്റുപറ്റുന്ന പത്രോസിനെ കർത്താവ് ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് നമുക്കെല്ലാവർക്കും വലിയ ഒരു പ്രതീക്ഷയാണ്. ഓടിപ്പോകാനും വേണ്ടാന്ന് വയ്ക്കാനും അവസാനിപ്പിക്കാനുമൊക്കെ നമ്മൾ കാരണങ്ങൾ തേടുന്നവരാണ്. ഒത്തിരി കാരണങ്ങൾ നമ്മളതിന് പറയുന്നുണ്ട്. നമുക്ക് യോഗ്യതയില്ല, തെറ്റുപറ്റിപ്പോകുന്നു, വീണുപോകുന്നു, ആവർത്തിക്കപ്പെടുന്നു നമ്മുടെ പല തെറ്റുകളും എന്നുള്ളതെല്ലാം നമുക്ക് ക്രിസ്തുവിനെ മാറ്റിവെക്കാനുള്ള, ക്രിസ്തു വഴികളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കാരണമാണെങ്കിൽ ഇതാ പത്രോസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഒരു പ്രാവശ്യമല്ല, ഒത്തിരി പ്രാവശ്യം വീണുപോയവൻ, ഒരേ തെറ്റ് പലപ്പോഴും ആവർത്തിച്ചവൻ, പല തെറ്റുകളും പിന്നെയും പിന്നെയും വരുത്തിയവൻ. ഈ പത്രോസാണ് സ്ലീഹന്മാരിൽ ഒന്നാമൻ. ഈ പത്രോസിൻ്റെ പേരിലാണ് സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായത്തിൻ്റെ കൂടുതൽ ഭാഗവും എഴുതപ്പെട്ടിരിക്കുക. ഈ പത്രോസാണ് നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ മാതൃകയായിട്ട് കർത്താവ് സുവിശേഷത്തിൽ കാണിച്ചു തരുന്ന സ്ലീഹന്മാരിലെ പ്രധാനി. തെറ്റുകൾ വന്നു പോകുന്നുണ്ടാകാം, നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടാകാം. പത്രോസ് നമ്മുടെ മുമ്പിലൂടെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓർക്കാം. പത്രോസ് ആ കേസറിയ ഫിലിപ്പിയ തീരത്ത് വെച്ച് വലിയ വായിൽ ആവർത്തിച്ചത്, കർത്താവെ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് ആവർത്തിച്ചത് നമുക്ക് ഹൃദയത്തിലൂടെ പ്രഘോഷിക്കാനായിട്ട്, ചുറ്റുമുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാനായിട്ട്, നമ്മൾ വീണു പോകുന്നവരാണെങ്കിലും ആ സത്യം പ്രഘോഷിക്കാനായിട്ട് നമുക്ക് ശക്തി ലഭിക്കട്ടെ. ഇന്നു മുതൽ പത്രോസിനോട് പ്രത്യേകമായിട്ട് ഒരു മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ വളരെ പരിമിതമായ ചുറ്റുവട്ടങ്ങളിൽ, കുറവുകളുള്ള സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തീർച്ചയായിട്ടും പത്രോസ് പ്രസംഗിച്ച ക്രിസ്തു നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ നാവുകളിലൂടെ പ്രസംഗിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന് മഹത്വം തീർച്ചയായിട്ടും വർദ്ധിക്കുകയാണ് ചെയ്യുക. ക്രിസ്തു മഹത്വം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും നല്ല ശുശ്രൂഷകരാകാൻ പത്രോസിൻ്റെ മാധ്യസ്ഥം തേടിക്കൂടി നമുക്ക് പ്രാർത്ഥിക്കാം.